എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു തനി നാടൻ രീതിയിലുള്ള അച്ചിങ്ങ മെഴുക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, വെള്ളം ഒട്ടും ചേർക്കാതെയാണ് നമ്മൾ ഈ മെഴുക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ അച്ചിങ്ങ മെഴുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ചേർക്കുക, നല്ല നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാനൊരു 20 അല്ലി ചുവന്നുള്ളി നന്നാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂൺ ചതച്ച ഉണക്കമുളകും കുറച്ചധികം കറിവേപ്പിലയും കൂടി നന്നായിട്ട് കല്ലിൽ ഇടിച്ച് വെച്ചിരിക്കുന്നതാണ്. മിക്സിയിൽ ചതച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്യാം, പക്ഷേ നമ്മൾ കല്ലിൽ വെച്ചിട്ട് ഇടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതങ്ങനെ ചെയ്തത് ഞാൻ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കതൊരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളിയും ചതച്ച ഉണക്കമുളകും എല്ലാനും കൂടി ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അപ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കാരണം ഇത് മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചൂട് കയറുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് മൊരിച്ചെടുക്കാം. കുറച്ച് സമയം മതിയാവും, ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും. അപ്പോൾ അത് അവിടെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളിയും ചതച്ച ഉണക്കമുളകും എല്ലാനും കൂടി ചേർന്നിട്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കിലോ അച്ചിങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത്. കാരണം വെള്ളം ഒട്ടും തന്നെ ചേർക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ഇത് അടിക്ക് പിടിച്ചാലോ, അതുകൊണ്ട് നിങ്ങൾ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് കുക്കായി വരാനുണ്ട്. അപ്പോൾ അതാ ഇവിടെ ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ അച്ചിങ്ങ മെഴുക്ക് ഇവിടെ നല്ല അടിപൊളിയായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ അച്ചിങ്ങ മെഴുക്ക്. അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ മറക്കരുത്, കാരണം വെള്ളം ചേർക്കാത്തത് കൊണ്ട്. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒട്ടും വെള്ളത്തിൻ്റെ ചുവയില്ലാതെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്, തനിനാടൻ രീതിയിലുള്ള അച്ചിങ്ങ മെഴുക്ക്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്